അങ്ങനെ നമ്മൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ഞാനും ലിജിയും നമ്മുടെ കുടുംബം അടങ്ങുന്ന ഒരു ചെറിയ യാത്ര എന്ന് പറഞ്ഞത് നമ്മുടെ ഇടുക്കിയിലാണല്ലോ ഇപ്പം വന്നിട്ട് കുറേ ദിവസമായി. കൃത്യം പറഞ്ഞാൽ 24-ാം തീയതി വന്നേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പല പ്ലാനുകളുണ്ടായിരുന്നു, മൂന്നാർ പോകാനും കാണാനും ഒക്കെ. നമ്മൾ ഇവിടെ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരെ അതിനുവേണ്ടി വരാൻ വേണ്ടി നല്ല ദൂരവും കാര്യങ്ങളും എടുക്കും. അതുകൊണ്ട് ഇത്തരം യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇടുക്കിയിൽ തന്നെ ഉള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് പോകാനായിരുന്നു പ്ലാന്. പക്ഷേ വന്ന വഴിക്ക് നമ്മുടെ വാവയ്ക്കും കണ്ണപ്പനും ദേവനന്ദനും ഒരു ഫുഡ് പോയ്സൺ അടിച്ചിട്ട് അവർ 4-5 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്രകൾ ഫുള്ള് മുടങ്ങിപ്പോയി കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടികളെല്ലാം മുടങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെല്ലാം റിക്കവറായി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇടുക്കിയിൽ രാജാക്കാട് മാങ്ങാത്തൊട്ടിലാണ് ലിജിയുടെ വീട്. അതിന് തൊട്ടടുത്തിട്ടായിട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് കേട്ടോ. പൊന്മുടി എന്നാണ് പേര്. പൊന്മുടി എന്ന് കേൾക്കുമ്പം ചിലർക്കൊക്കെ തിരുവനന്തപുരത്ത് ഒരു പൊന്മുടി ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. അത് വേറൊരു പൊന്മുടിയാണ് കേട്ടോ. ഈ പൊന്മുടിയിലൊരു ഡാമുണ്ട്, പൊന്മുടി ഡാം. പന്നിയാർ റിവർ ഉത്ഭവിക്കുന്ന ഈ ഒരു ഡാമിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ. പിന്നീട് അത് പെരിയാറിലേക്കൊക്കെ എത്തിച്ചേരും. ഈ പൊന്മുടി ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്. ഏകദേശം 60 വർഷത്തോളം പഴക്കം കേട്ടോ ഈ ഡാമിന് 60 വർഷം പഴക്കമുണ്ടെങ്കിലും ഡാം ഇപ്പോഴും പുതുമയോടെ തന്നെ നിൽക്കുന്നത്. ആ ഡാമിന് ചുറ്റിപ്പറ്റി ഒരു ടൂറിസം സ്പോട്ടായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലിജിക്കൊച്ചിൻ്റെ വീട്ടിൽ ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് യാത്ര ഉള്ളത്. എന്നാൽ തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് റെഡിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മച്ചി യാത്ര ഞങ്ങളുടെ കൂടെ ഇല്ല. അമ്മച്ചി ഒരുപാട് തവണ ഈ പൊന്മുടി ഡാമും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ എപ്പോഴും യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണ്. ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട്. പത്തനംതിട്ടയിൽ തന്നെ ഗവി എന്നൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, എല്ലാവർക്കും സുപരിചിതമായത് ഓർഡിനറി എന്ന കുഞ്ചാക്കോ ബോബനും ബിജു മോഹനും അഭിനയിച്ച ഒരു സിനിമയിലൂടെയാണല്ലോ. ആ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ആസിഫ് അലിയുടെ ക്യാരക്ടർ ഒരു ഡാമിൽ നിന്ന് എടുത്ത് ചാടുന്നൊരു സീനുണ്ട് കേട്ടോ. ആ സീൻ ഷൂട്ട് ചെയ്തത് നമ്മുടെ ഈ പൊന്മുടി ഡാമിലാണ്. അങ്ങനൊരു വലിയ പ്രത്യേകത ഈ ഡാമിനുണ്ട് കേട്ടോ. അതായത് ഈ ഡാം കുറേ പേരിലൊക്കെ അറിയപ്പെട്ടത് ആ ഒരു കഥകളിലൂടെയൊക്കെയാണ്. ശരിക്കും ഈ ഒരു യാത്രയിൽ ഞങ്ങൾ പോകുമ്പം പൊന്മുടി ഡാം കാണാൻ പോകുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഭംഗിയെ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു കാഴ്ച നമ്മുടെ വീടിന് തൊട്ടടുത്തൊക്കെ ഉണ്ടായിട്ട് ഇത്രയും വർഷമായിട്ട് കാണാൻ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഇതിന് മുന്നേ ഞാൻ ലിജിയും ഈ ഡാമിന് മുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നിത് അത്ര ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഡാം മാത്രമായിരുന്നു. അതിനുശേഷം ടൂറിസത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പം നിരവധി ടൂറിസ്റ്റുകളാണ് ഈ ഒരു ഡാം കാണാനും ഡാമിന് ചുറ്റിപ്പറ്റിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് വരുന്നത് കേട്ടോ. ഈ ഡാമിൽ ബോട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ട്രെക്കിംഗ് സവാരികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഡാമിന് അടുത്തായിട്ട് തന്നെ നാടുകാണി ചുരം എന്ന് പറഞ്ഞ ചുരമുണ്ട്. അവിടെ നിന്നാൽ നമുക്ക് ഒരുപാട് നല്ലൊരു വ്യൂ പോയിൻ്റാണ്, അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ ഒരു യാത്രയിൽ നാടുകാണി ചുരം അവിടെ ഒന്നും പോകുന്നൊരു കാഴ്ചയൊന്നുമില്ല. ഈ ഡാമിനെ ചുറ്റിപ്പറ്റിയുള്ള ചില കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിലുള്ള കേട്ടോ. ഞങ്ങൾ ഡാമിനടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ടൂറിസ്റ്റുകളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കിടക്കുന്ന ട്രക്കുകളൊക്കെ ഈ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് ആ നാടുകാണി ചുരവും തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സവാരി ജീപ്പുകളാണ്. എന്തായാലും അധികം രസകരമായ കാഴ്ചകളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിലും ഞങ്ങളുടെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ സ്വന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് ഇന്ന് ഡാമിന് താഴേക്കൊക്കെ നോക്കുന്നൊരു കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. ജീവിതത്തിൽ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നൊരു തോന്നൽ കൂടിയാണ് കേട്ടോ. ഈ യാത്രയിൽ ശരിക്കും ഒപ്പമുള്ള അച്ഛനും അമ്മയ്ക്കും പിള്ളേർക്കും ഒക്കെ പുതിയൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഡാമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഡാമോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള തെന്മലയിലാണ് ഒരു ഡാമുള്ളത്. അന്ന് നമ്മളൊരു യാത്ര തെന്മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് അമ്മയൊക്കെ ഡാം കാണുന്നത് കേട്ടോ. ഇവിടെ വന്ന് ഡാമിനെ തൊട്ടടുത്ത് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. തെന്മല ഡാമിന് മുകളിലൂടെ വണ്ടി പോകാത്തതുകൊണ്ട് തന്നെ അതിനെ അന്ന് ലിജിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മുകളിലൊന്നും കയറിയില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊക്കെ ഇതൊരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഡാം എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ ഡാമിന് മുകളിലൂടെ എതിർവശത്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് കുറച്ച് ഡാമിന് നമ്മൾ വന്ന വഴിയിലേക്ക് നടക്കാമെന്ന് കരുതി കേട്ടോ. ഈ നടന്നു പോകുമ്പോൾ ഡാമിന് മുകളിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ്, താഴേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച, അതൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്, അതായത് അച്ഛനും അമ്മയ്ക്കും പിള്ളേർക്കും ഒക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർക്ക് നല്ല കൗതുകവും സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഈ ഡാമിൽ പിന്നെ മത്സ്യബന്ധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊന്നും പറ്റില്ലെങ്കിലും കുറച്ച് മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല ടൈമിലും അത് നമുക്ക് ഇവിടുന്ന് ഡാമിലെ മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വാവ പറയുന്നത്. അങ്ങനെ ലിജി ഒരുപാട് തവണ ഈ ഡാമും കാര്യങ്ങളൊക്കെ കണ്ടതിൻ്റെ ഒരു ഗമയൊക്കെ ഉണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രത്യേകത ലിജി പറഞ്ഞു തരുവാണ് കേട്ടോ. എന്തോ ഇവിടെ ചാടാനോ പ്രത്യേകത? നീ പറ പ്രത്യേകത. ഇവിടെ ചാടിയ ചാവും, അതാണ് പ്രത്യേകത. പിന്നതേ ആരോ മദ്യപിച്ച് ഒഴിവാക്കിയ ഒരു ബിയർ കുപ്പി കിടപ്പുണ്ട്. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. അത് ഇവിടെ പൂവൊക്കെ കളിച്ചിരിക്കുന്നത്. നൈറ്റിൽ വന്നിട്ടേ, നൈറ്റിലൊക്കെ ആൾക്കാർ വന്നിട്ടേ
ഫോണൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഡാമിൽ പോകാൻ സാധ്യതയുണ്ട്. പോയാൽ പിന്നെ ഡാമിനായിട്ട് കൊടുത്തിട്ട് അല്ലേ നമുക്ക് വീട്ടിൽ പോകാം. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ആ ഭാഗത്ത് ബോട്ടിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ട്രക്കിങ് ജീപ്പിൽ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ ഡാമിൽ. ഈ പാറമൊക്കെ കൂറ്റൻ പാറകൾ കേട്ടോ. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഒതുക്കിയിട്ടേക്കുന്നത്. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, ഇവിടെ വണ്ടി ഇടാൻ പാടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എങ്ങോട്ടാ? ആ അത് ജീപ്പ് അവിടെ വരെ പോയിട്ട് കറങ്ങിയിട്ട് വരുവാൻ തോന്നുന്നു അല്ലേ. നമ്മളിവിടെ വന്നിരിക്കാം, നമുക്ക് ഡാമിക്കകത്ത് നടന്നാലോ? നമുക്ക് പോലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മറ്റേ ആസിഫ് അലി ആ സിനിമയിൽ ചാടുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഡാമിൻ്റെ ഈ ആഴങ്ങളിലേക്കാണ് കേട്ടോ ചാടുന്നത്. നല്ല താഴ്ചയുണ്ട് കേട്ടോ, അത്യാവശ്യം താഴ്ചയുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു താഴ്ചയുണ്ട് കേട്ടോ. ഇതാണ് പൊന്മുടി ഡാം കേട്ടോ. പൊന്മുടി ശരിക്കും ട്രിവാൻഡ്രത്തിന് സ്ഥലമുണ്ട് പൊന്മുടി. ഇവിടെയും ഇടുക്കിയിൽ ഒരു പൊന്മുടി ഉണ്ട്, ആ പൊന്മുടി കേട്ടോ. അത് ഫുൾ ട്രക്കിംഗ് ആണ് കേട്ടോ, ജീപ്പിൽ ട്രക്കിംഗ് ആണ് ഫുള്ള്. നമ്മുടെ ലിജിക്കോസിൻ്റെ വീടടുത്തൊരു 6-7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ലിജി? നൈസാണോ? ഫുഡാണോ? ചാടിയ നല്ല സുഖമായിരിക്കും കേട്ടോ. താഴെ എത്തുമ്പോഴത്തേ നമ്മൾ എച്ചിൽ പോലെ ഇപ്പം താഴെ എത്തുമ്പോൾ നമ്മൾ എച്ചിലായി പോകുന്നു ചാടിക്കഴിഞ്ഞാൽ. ലിജിയുടെ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ട് കേട്ടോ? ക്രിസ്മസ് ഗിഫ്റ്റാണ് കേട്ടോ, ഞാൻ അടിച്ചോടത്തെ ക്രിസ്മസ് ഗിഫ്റ്റാണ് കേട്ടോ. മൈക്കില്ലാത്തോണ്ടേ ലിജി പറയുന്നൊന്നും കേൾക്കൂല കേട്ടോ. മൈക്ക് നമ്മൾ എടുത്തിട്ടില്ല, മൈക്ക് എടുത്തില്ല. അമ്മ ഈ ഫോണിന് മൈക്ക് എടുക്കാതെ വെറുതെ. ഹായ്. ലിജിയുടെ വീട് ഇവിടെ രാജാക്കാട് മാങ്ങാത്തൊട്ടി. അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട്. ലിജിയുടെ അനിയത്തി ഉണ്ട്, എൻ്റെ അനിയന എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ക്രിസ്മസിന് വന്നേ. ആ ലിജിയുടെ വീട്ടിലായത് ക്രിസ്മസ്. അങ്ങനെ ഞങ്ങൾ വന്ന ഇപ്പോൾ 5-6 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ശരി ചേച്ചി. പേരെങ്ങനെയായിരുന്നു? ലീജ. ലിൻസി. കോട്ടയത്താ? കോട്ടയത്ത് എവിടെയാ? ഏറ്റുമാനൂര്. ആ ഞങ്ങൾ അതുവഴി വന്നേ. മൺട്രോത്തുരുത്ത് എന്ന് പറയും. ശരി. അപ്പം നമ്മുടെ ഫോളോവേഴ്സ് ചേച്ചിമാരാട്ടോ, ചേച്ചിമാർ ഫോളോവേഴ്സാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഞാൻ ലിജിയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു വണ്ടിയിൽ വന്നില്ല ലിജി, കാറിൽ വന്നിട്ട് ഞങ്ങൾ ആ റോഡിൽ കൂടെ കടന്ന് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇതുവഴിയൊക്കെ ഫുൾ ജീപ്പ്, നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല, ജീപ്പൊക്കെ ഭയങ്കര ആക്സിഡൻറ്റ് ഉണ്ടാകും കേട്ടോ. ഞാനതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാ. എടാ ലിജിനെ കവർ ചെയ്ത് നിൽക്കടാ, ഒരുമാതിരി പൊക്കണം കേട്ടോ. ബാ, പക്ഷെ ചവിട്ടുന്ന സാധനം ഇല്ലല്ലോ. അപ്പോൾ ഗൈസ്, ഈ എണീറ്റ് നിൽക്കുന്ന ആരാണെന്ന് നോക്കിയേ നിങ്ങൾ, ഇങ്ങോട്ട് നോക്കിയേ. അടിപൊളി അടിപൊളി. അപ്പോൾ എണീറ്റിരിക്കുന്നൊക്കെ ലിജി കൊച്ചിനെ വീൽ ചെയറിൽ എണീറ്റ് നിന്ന് കാണുവാണ് കേട്ടോ. ഇപ്പോൾ പഴയ ലിജിനെ കണ്ടോ നിങ്ങൾ ആരില്ല എവിടെയെങ്കിലും? ആ കണ്ടോ? സെറ്റ് സെറ്റ്, അടിപൊളി അടിപൊളി. തന്നെ നിൽക്കുക, കുഴപ്പമില്ല, പിടിച്ചു നിന്നോളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങളിതേ ഇങ്ങനെ
ഡാമിന്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് കാണുക കേട്ടോ. പൊന്മുടി ഡാമിന്റെ സൈഡിൽ നിന്ന് കാണുക. അങ്ങനെ ഞങ്ങളിത് പൊന്മുടി ഡാമിന്റെ അവിടെ ആ ഒരു ഭാഗത്ത് നമ്മുടെ വണ്ടി കിടപ്പണം. അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്ന് ഏകദേശം ഇവിടം വരെ എത്തിയതേ ഉള്ളൂ. ജി ഇതിന് അപ്പുറത്തോട്ട് കയറി സഞ്ചരിച്ചില്ല കേട്ടോ. ജിജി ഇപ്പോൾ ഇവിടെ എണീറ്റൊക്കെ ഇരുന്നത് കാഴ്ചയൊക്കെ കണ്ട്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ, ആ ഒരു സ്റ്റെപ്പ് കണ്ടോ, എത്ര സ്റ്റെപ്പ് കാണോ അതില്? ആ സ്റ്റെപ്പ് ഓ ആ ചേട്ടൻ സ്റ്റെപ്പ് ഇവിടെ താഴേത് കയറി കേട്ടോ. ആണോ? വൃത്തിയാക്കി പോവാട്ടോ സ്റ്റെപ്പ്. എത്ര നേരം ഇനി ആ ഭാഗത്തൊരു വെള്ളച്ചാട്ടം കണ്ടോ, ആ ഒരു ഭാഗത്തൊരു വെള്ളച്ചാട്ടം പരിപാടിയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടോ. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പോകാൻ പോകുന്നില്ല അല്ലേ? നല്ലൊരു കാറ്റും ഒക്കെ കൊള്ളുന്ന കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തോന്നില്ലല്ലേ ജി? ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പൊന്മുടി അല്ലേ എന്ന് പറഞ്ഞ് ആരോ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പോസ്റ്റിന്. ലൈവല്ല. അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് പോയ ഒരുപാട് പരിപാടികൾ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതുവരെ ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ആയിട്ടില്ല അല്ലേ? പോയാലോ? ഞാൻ പിന്നെ ഒന്ന് വണ്ടി എടുത്തോണ്ട് വരാം. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങതെ നമ്മളേത് ചന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ, സൂര്യനാണ്. സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. ഇപ്പോൾ ബോട്ട് അതേ ഇവിടെ ഇങ്ങനെ ജീപ്പുകളൊക്കെ ട്രക്കുകളൊക്കെ ഇങ്ങനെ ട്രക്കിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ജീപ്പുകൾ ട്രക്കിങ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതേ അച്ഛൻ തോലും അവിടെ ഇരിക്കട്ടോ. ആ സൺസെറ്റും കണ്ടിട്ട് നിൽക്കുവാണ്. സൺസെറ്റ് നടന്നത് അവിടെ സംഭവിക്കാൻ പോട്ടെ സൺസെറ്റ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണോ തോന്നുന്നു ജീപ്പാരൊക്കെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ബോട്ടിംഗ് ഉണ്ട്. ദേവനും ശ്രീകുട്ടനും അമ്മയും നിൽക്കുന്നത്. അമ്മ വേറെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലേ ഒറ്റ കാഴ്ചയൊന്നും ഇല്ല. അപ്പോൾ അവർ പോയിട്ട് കേട്ടോ, ഞങ്ങളിനി പോകണില്ല. ഇല്ല ജമ്പ് ഉണ്ടല്ലോ, പോണോ? എന്നാൽ നമുക്ക് വണ്ടയ്ക്ക് എനിക്ക് അവിടെ പോകണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ അത് അങ്ങേ അടുത്ത് വാവയും കണ്ണപ്പനും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കിടക്കോട്ടെ. അച്ഛൻ ദേ വരുന്നുണ്ട്. ഇവിടെ എന്താണ്ട് കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഇവിടുത്തെ വെള്ളം തുറന്നു വിടുന്നൊരു ഭാഗം കേട്ടോ, സ്പിൽവേ. മാറമ്പാ വീൽ ചെയർ. ഞാൻ ലിജിനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോവാണ് കേട്ടോ. ഒറ്റ കയ്യിൽ ഇങ്ങനെ വീൽ ചെയറെ കൊണ്ടുപോവാം. വണ്ടികളൊക്കെ വരുന്നുണ്ട്. നമ്മളൊരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകട്ടോ. അയ്യേ അപ്പോൾ ഞങ്ങൾ ആ ഡാമിൻ്റെ ആ ഭാഗത്തുനിന്ന് നടന്ന് ഡാം കണ്ടാ ഞങ്ങൾ ആ ഭാഗത്ത് നടന്ന് ഇവിടെ എത്തിയേട്ടാ. എല്ലാവരും ഇവിടെ എത്തി. ഇവിടെ വന്നെന്തിനാ വെച്ചാൽ ഇവന്മാരെ ഒട്ടകത്തിന് ഉണ്ടെങ്കിൽ കയറ്റാൻ വേണ്ടിയിട്ടാ. ഇതേ ഒട്ടകം ഓൺ ടെറർ മൂഡ് നേരിട്ടോ. കയറുന്നോടാ, ഒട്ടകത്തെ കയറുന്നോ? ആർക്കാ കയറണ്ടത്? കയറി ചോദിക്കട്ടെ, എത്രയായിട്ടാ അതിനകത്ത് കയറുന്നതിന്? ഇത് 200. ഞാൻ വിളിച്ചേക്കാം. ഒരാൾക്കോ? ഒരാൾക്ക്. ആ എന്തേറ്റി കുഴപ്പമുണ്ടോ? ഇത് 200 ഒരാൾക്ക്. എടാ വിജി, ഒരാൾക്ക് 200 കയറാൻ. ഇത് റൈഡ് ചെയ്യോ? എവിടെ വരെ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഇതിലങ്ങനെ പോയിട്ട് അവിടം വരെ പോകും. നേരെ പുറകോശ ഗേറ്റ് വരെ. അതും തിരിച്ചിങ്ങോട്ട് വരും. തിരിച്ചിങ്ങോട്ട് വരില്ലേ? കേറണ എടാ ഇജി കയറ്റട്ടെ. മാത്രം കയറ്റും. അപ്പൊ ദേവനോ? വേറെ നേരം വേറെ കയറേ. ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? ഡിസ്കൗണ്ട് ചോദിക്കാന്നുള്ളത് ഞങ്ങളുടെ ഇത്, തരാന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഇതിലെന്താ പുല്ല് എന്താ കൊടുക്കുന്നത് ഭക്ഷണം? ഇതിന് നമ്മൾ തവിട്, പെല്ലറ്റ്,
കടലപ്പിണ്ണാക്ക്, പിന്നെ ഒന്നരാടൻ മുതിര തിളപ്പിച്ച് കുത്തി കൊടുക്കും, ഗോതമ്പ്, പിന്നെ ശർക്കര കൊടുക്കണം. ഇതുവരെ കാല് ചെറിയോ? അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. നിങ്ങളുടെയാണോ സാധനം? അല്ലല്ല, ഇതിന് വേറെ ഓണർ ഉണ്ടല്ലേ? ആ, പുല്ലൊക്കെ സാധാ പുല്ലൊക്കെ കഴിക്കുമോ? ആ, പശുക്കളെ പോലെ തന്നെ. വലിയവർക്ക് കയറാവോ? ആ, വലിയവർക്ക് ഒരാള്. ഇവരൊക്കെ ഇതുപോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ഹൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേർ കയറാല്ലേ? കയറടാ. വെക്കേഷൻ അല്ലേ, പിള്ളേർക്ക് ഒരു ആഗ്രഹമല്ലേ? കയറി കയറി മേളിൽ കയറണല്ലേ? ഒരെണ്ണത്തിനകത്ത് രണ്ടുപേര് കയറുമല്ലേ? ആ, മാറി ഇതിങ്ങനെ മാറ്റി മാറ്റി നിർത്തും. പിന്നെ കഴുത്തൊക്കെ ഉണ്ടോടാ. ഈ വെള്ളം ഒളിപ്പിക്കുന്ന എവിടെ ആയിരിക്കും? പണ്ട് നമ്മൾ പഠിക്കായിരുന്നല്ലോ. കൊഴുപ്പാണോ? ഭക്ഷണം കഴിച്ചത് കൊഴുപ്പാക്കും. ആ, കൊഴുപ്പാക്കും. അത് സ്റ്റോർ ചെയ്യും. വെള്ളമല്ല, ഭക്ഷണം കഴിച്ചിട്ട് അത് കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്യും. അത് പ്രോട്ടീൻ ആയിട്ട് അതിനൊരു സെല്ലുണ്ട്, അവിടെ ഇപ്പോൾ സ്റ്റോർ ചെയ്യുക. ശ്രീകോട്ടിന് ഞാൻ കയറാട്ടോ. ആ, കയറേ. ഓ, അടിപൊളി. എന്നാടാ ഫോണും കൊണ്ടുപോക്കോ. ഫോൺ കൊടുത്തു പോയി പറയുമ്പോഴേ രസമല്ലേ? വട്ടാത്തി കയറി എന്നൊക്കെ പറയുമ്പോ എനിക്ക് വേണേ കയറായിരുന്നു. വെറുതെ ഇനി അതിന് വേണ്ടി. ഓ, നമുക്കിനി എപ്പോഴും കയറാം. നമുക്കിനി പോയി പറയാൻ സ്കൂളൊന്നും ഇല്ലല്ലോ, ആരോടെങ്കിലും പോയി പറയാന്ന് വെച്ചാല്. പേടിയുണ്ടോടാ? പേടിക്കണ്ട. അടിപൊളി. അപ്പോൾ ഇതൊക്കെ ഒന്ന് പിള്ളേർക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വെക്കേഷനൊക്കെ വരുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷമല്ലേ? ഒട്ടകത്തിനുണ്ടെങ്കിൽ കയറുക, രണ്ടിനെ കൊണ്ടുപോകണം. ആണോ? ഇങ്ങനെ നടന്നു പോകും കേട്ടോ കേട്ടോ. ഒന്നുമില്ല, ഒരു മൃഗത്തിൻ്റെ മണ്ടയ്ക്ക് കയറി പോകുമ്പോൾ എന്ത് ഒരു സുഖം, അതേ ഉള്ളൂ അല്ലേ? ഒട്ടകമൊക്കെ നടക്കുന്നു അവിടെ, കാലൊക്കെ നോക്കണം അതിൻ്റെ. ആ, നടന്നു. ഞാൻ പോയി വണ്ടി എടുത്തിട്ടെ. എന്തുവാ എവിടെ കൊണ്ടുവരാം? പാർക്കിലോ? പാർക്കിൽ പോണോ? പാർക്ക് കൊച്ചുങ്ങളുടെ പാർക്കല്ലേ? ആ, പാർക്കിലൊന്നും പോകണ്ട. നമുക്ക് ചായ കുടിക്കാം. ആ, ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടേ? നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങനെ രാജാക്കടത്തിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. നമുക്കിത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തൊക്കെ പോകാം. നമുക്ക് അല്ല ലിജി? അതിവിടെ വരുമമ്മ, ഇത് തിരിച്ചു വരും ഇവിടെ. ആ, അവരെ ഇവിടെ കൊണ്ടുവരും. ട്രക്കിങ്ങിന് പോയ ജീപ്പുകളൊക്കെ വേണ്ട. കുതിരയുണ്ട്, കുതിര റൈഡ് ഉണ്ട്. കുതിര എനിക്ക് ഇങ്ങനെ പിടിച്ചോണ്ടോ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വിട്ട് തരാണെങ്കിൽ ഞാൻ മറ്റേ പഴശ്ശിരാജയ്ക്കകത്ത് മമ്മൂട്ടി പോകുന്ന കണക്ക് എനിക്ക് ഓടിച്ചോടിച്ച് പോകാം. അല്ലാതെ എനിക്ക് പിടിച്ചോണ്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ലേ. കുതിര നേര് ചേട്ടൻ. ആ ചേട്ടൻ്റെ ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണേ, ആ കുഞ്ഞു മനസ്സ്. ചേട്ടൻ ആ മനസ്സിൽ ആ പ്രായത്തിൽ ചേട്ടൻ ആ കുതിര കയറാന്നുള്ള ആഗ്രഹം പുള്ളി സാധിച്ചു. ഞാൻ വന്നപ്പോൾ വണ്ടി എടുത്തിട്ടോട്ടെ. ഓക്കെ. ഇനി കാലി വെച്ചോ. നല്ല രസമുണ്ടോടാ? അങ്ങനെ ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മണ്ട കയറിയിട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗ്രസീവ് ആണോ? ഇല്ല, അങ്ങനത്തെ ഇതൊന്നും ഇവര് കാണിച്ചിട്ടില്ല. ഇതുവരെ കാണിച്ചിട്ടില്ല.
ഇതൊന്നുമില്ല, നമുക്ക് കൊണ്ടു നടക്കാൻ തന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. എന്താണ് നമ്മളാ ഇറക്കിറങ്ങി അന്നേരം മണിക്കല്ലുണ്ട്. പിന്നെ ഇറക്കത്തിറങ്ങി ഒട്ടകത്തിൻ്റെ ശൈലി വേറെ ആവും. കാലിങ്ങനെ ഫ്രണ്ടിലെ കാല് ഇങ്ങനെ ഇങ്ങനെ വീഴാണെന്ന് ചാൻസില്ല. വീഴാന്ന് വന്നപ്പോൾ നമ്മളിപ്പോൾ അതിൽ കൊണ്ടുപോകും. അല്ല കുലുങ്ങോ? കുലുക്കം വരും. അവര് ദേ നിൽക്കൊണ്ടോട്ടോ അവിടെ. ഇവിടെ ഇപ്പോൾ ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാ, ഇഷ്ടപ്പെട്ടോ? സ്കൂളിൽ ചെല്ലുമ്പോ പറയാലോ. എന്നാന്ന് പറയും? ഒട്ടകത്തിന്റെ പുറത്ത് കയറിയത് പറയുന്നത്. എന്നോട് എന്താ സൂപ്പറായതാ? ഇഷ്ടപ്പെട്ടാ? എന്തായിരുന്നു തോന്നിയത്? പേടി തോന്നിയോ? ഒട്ടം താഴ്ന്നടാ, ഒട്ടാ പുല്ല്. ഒട്ടാ അതിൽ എന്ത് എളുപ്പം നോക്കാം. മേളിക്കുന്ന പുല്ല് താഴെ തിന്നാല്. അടിക്കും ചിലപ്പോ കേട്ടോ. കേട്ടില്ല? വാങ്ങണ്ടേ? ചായ കുടിക്കാം, ചായ കുടിക്കാം. ഈ ഓട്ടോ പക്ഷേ ഈ കാലുകൊണ്ട് ഇങ്ങനെ അടിക്കും, അങ്ങനെ ഇടണ്ടേ? പക്ഷെ അമ്മമാര് പറഞ്ഞ ഇത് ചെയ്തിട്ട് ഇത് പാവങ്ങളാന്നാ പറഞ്ഞത്. ആണോ? ഞാൻ മനസ്സിലായി. പയ്യാണോ വന്ന് പോയെ? എന്നാലും ജീവിതത്തിൽ ഒട്ടത്തിനെ മണ്ടയ്ക്ക് അറിയില്ലേ? അങ്ങനെ നമ്മള് പൊന്മുടിയിലെ കാഴ്ചകൾ തീരുന്നില്ല. പൊന്മുടിയിലെ കാഴ്ചകൾ ഇനി ബാക്കി ഒരുപാടുണ്ട്. അവിടെ ആ വ്യൂ പോയിന്റ് ഇല്ലേ, നമ്മുടെ വണ്ടി അല്ലേ അവിടെ വ്യൂ പോയിന്റ് ഇല്ലേ, നാട് കാണിയല്ലേ? അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു. പക്ഷെ അത് കാണേണ്ട വ്യൂ പോയിന്റ് ആയിരുന്നു. ആ നമുക്ക് പോകാല്ലോ വണ്ടിയില്ലേ നമ്മളെ വന്നിട്ട്. ആ ഇനി പോയിട്ട് കാര്യമില്ലല്ലോ. ആണോ? പോണോ? വാഴയ്ക്ക് ആശുപത്രിപ്പുണ്ടേ. വാഴ കൈ കാണിച്ചേ. പോയിട്ട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാനുള്ളതാ ഇത് കഴിഞ്ഞിട്ട്. ആണല്ലേ? അതുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോ പിടിക്കല്ലേ? നമുക്ക് ഇനി ദിവസങ്ങളുണ്ടല്ലോ, പിന്നെ ഒരു ദിവസം വരാം. ഇവിടെ കവർ ചെയ്യാൻ കുറെ സ്ഥലം. ഇനി വ്യൂ പോയിന്റ് ഉണ്ട്, എസ് വളവ് എന്ന് പറയുന്നത്. നമ്മുടെ അവിടുത്തെ എസ് വളവ് അല്ലെങ്കിൽ വേറൊരു എസ് വളവ്. വേറെ ദിവസം നമുക്ക് നാളെ അതന്നെ അന്നേരം പോവാം. അപ്പോൾ നമുക്ക് വിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. ലിജി ബൈ പറയല്ലാക്കും. ബൈ. അപ്പോൾ ഞങ്ങൾ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത്, അതാണ് ഇന്നത്തെ വലിയ സംഭവം. അടിപൊളി ഫോട്ടോസ് എടുത്ത് അത് ഞങ്ങൾ എന്തായാലും ഇത് തംബ്നെയിലായിട്ട് വെക്കുന്നതായിരിക്കും, പിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ പറ എല്ലാവർക്കും. ബൈ. വിനോദയാത്ര, ഉല്ലാസയാത്ര. എന്തായാലും ലിജി ഒന്നും ഉണ്ടാത്തേ.